സിനിമാ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക്. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്ന അഫിലിയേറ്റ് സംഘടനകളോട് ഫിലിം ചേംബർ നിർദ്ദേശിച്ചു. 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശമെന്ന വിമർശനം ഉയരുന്നുണ്ട്. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് അയച്ചു. ജൂൺ മുതൽ സിനിമാ സമരം തുടങ്ങാനാണ് ഫിലിം ചേംബർ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുന്നോടിയായി മാർച്ചിൽ സൂചനാ സമരം നടത്തും. മാർച്ച് അവസാന വാരമായിരിക്കും സൂചനാ സമരമെന്നാണ് അറിയുന്നത്. ഇതിനിടെയാണ് സമരം മുന്നിൽ കണ്ട് പുതിയ നിർദ്ദേശം ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചത്. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്നാണ് പുതിയ നിർദ്ദേശം. ചേംബറിന്റെ അഫിലിയേറ്റ്സായ നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ എന്നിവർക്കാണ് ഈ നിർദ്ദേശം നൽകിയത്. കരാർ ഒപ്പിട്ടാൽ സിനിമ പ്രദർശിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരാകും. അതിനാൽ സമരം പൊളിയാതിരിക്കാനാണ് ഈ നിർദ്ദേശമെന്ന് വ്യക്തം. മാർച്ച് 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ കൂടി ലക്ഷ്യമിട്ടാണ് മാർച്ച് 25 എന്ന തീയതി തീരുമാനിച്ചതെന്നാണ് അണിയറ സംസാരം. അതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ഫിലിം ചേംബർ നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കകം പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇമെയിലിലും രജിസ്റ്റേർഡ് തപാലിലും നോട്ടീസുണ്ട്. മറുപടി ലഭിച്ച ശേഷം ചേംബർ യോഗം ചേരും. ഫിലിം ചേംബറിന്റെ തീരുമാനങ്ങൾക്ക് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ അമ്മയും ഫെഫ്കയും ഒരു വശത്തും മറ്റ് സംഘടനകൾ മറുവശത്തുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.